1962 ഇന്നത്തെ ടാൻസാനിയ എന്നറിയപ്പെടുന്ന അന്നത്തെ ടാൻഗനിക്കയിലുണ്ടായിരുന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു വിചിത്ര പ്രതിഭാസം നടന്നു. 1962 ജനുവരിയിൽ ടാൻഗനിക്കയിലുള്ള കഷാഷ ഗ്രാമത്തിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ 3 പെൺകുട്ടികൾ അനിയന്ത്രിതമായി ചിരിക്കുവാൻ തുടങ്ങി. അവരുടെ ചിരി എന്തെങ്കിലും വൈകാരിക കാരണം കൊണ്ടുണ്ടായതായിരുന്നില്ല, മറിച്ച് തീർത്തും അസ്വാഭാവികത തോന്നുന്ന രീതിയിൽ കണ്ടാൽ ഭയമുളവാക്കുന്ന കരച്ചിലുകളും ആംഗ്യങ്ങളും കൂടിയ ഒരു തരം ഭ്രാന്തമായ ചിരി. ഇത് ഒടുവിൽ കലാശിച്ചത് ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാക്കിയ വലിയൊരു പകർച്ചാവ്യാധിയിലാണ്. ആദ്യഘട്ടം ഈ കുട്ടികളുടെ ചിരി അവരുടെ കുസൃതിയായിട്ടാണ് അധ്യാപകർ കരുതിയത്. എന്നാൽ ഈ പെൺകുട്ടികൾക്ക് അക്ഷരാർത്ഥത്തിൽ ചിരി നിർത്തുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അധ്യാപകരുടെ ശാസന അവരെ കൂടുതൽ ചിരിപ്പിച്ചു. അന്ന് വൈകിട്ടോടെ ആ സ്കൂളിലെ 60% കുട്ടികളും സമാനമായ രീതിയിൽ മാനസിക വിഭ്രാന്തിയുള്ളവരെ പോലെ ചിരിച്ചുകൊണ്ടിരുന്നു. ഇവരുടെ ചിരി ശരിക്കും തീവ്രമായിരുന്നു. അതവരുടെ ശരീരത്തെ തളർത്തി. വിശ്രമമില്ലാതെ അവർ കുഴഞ്ഞു വീണു. ചിരി ശമിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആ കുട്ടികളെ മുഴുവൻ അധ്യാപകർ വീട്ടിലേക്ക് അയച്ചു. പക്ഷെ സംഭവിച്ചത് ഒരു ചിരി പകർച്ചാവ്യാധിയുടെ കണ്ണികളെ ആൾക്കൂട്ടത്തിനുള്ളിലേക്ക് പറഞ്ഞുവിടലായിരുന്നു. കുട്ടികൾ വീട്ടിലെത്തിയതോടെ വീട്ടുകാരും അയൽപ്പക്കത്തുള്ളവരും അതേ രീതിയിൽ ചിരിക്കുവാൻ തുടങ്ങി. കേൾക്കുമ്പോൾ അസംബന്ധം എന്ന് തോന്നിയേക്കാം, എന്നാൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ്. തീർത്തും ഭയാനകമായി തോന്നുന്ന രീതിയിൽ ഒരു കൂട്ടം ആളുകൾ നിന്ന് ചിരിക്കുന്നു. ഒരു ഗ്രൂപ്പിനുള്ളിൽ വ്യക്തമായ ശാരീരിക കാരണങ്ങളില്ലാതെ അനുഭവപ്പെടുന്ന മാസ് ഹിസ്റ്റീരിയയുടെയോ മാസ് സൈക്കോജനിക് രോഗത്തിന്റെയോ ഒരു രൂപമാണിതെന്ന് മെഡിക്കൽ പ്രൊഫഷണലുകൾ കരുതി. കാരണം ഇതൊരു പ്രത്യേക പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന സ്വഭാവം കാണിച്ചിരുന്നു. മാത്രമല്ല, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരാളിലേക്ക് യാതൊരു കാരണവുമില്ലാതെ പടർന്നിരുന്നു. ഇതിനു പിന്നാലെ ഈ ചിരി പകർച്ചാവ്യാധിയുടെ കാരണവുമായി നിരവധി സിദ്ധാന്തങ്ങളുണ്ടായി. രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രക്ഷോഭങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രദേശത്ത് അവിടുത്തെ ആളുകളിൽ പൊതുവായി ഉണ്ടാകുന്ന സമ്മർദ്ദവും ഉത്കണ്ഠയും മൂലമാണ് പകർച്ചാവ്യാധി ഉണ്ടായതെന്നാണ് ഉയർന്നു വന്ന ഒരു സിദ്ധാന്തം. ടാങ്കനിക്ക ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ അടുത്ത കാലം കൂടിയായിരുന്നു അത്. അതിനാൽ ഭാവി എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് വലിയ അനിശ്ചിതത്വം അവിടെയുള്ള ആളുകളിൽ ഉണ്ടായിരുന്നു. ഈ സമയം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പിരിമുറുക്കത്തിനും ഉത്കണ്ഠയ്ക്കും ചിരി ഒരു ആശ്വാസമായി അവർ കരുതിയതായിരിക്കാം എന്നുമാണ് ഈ സിദ്ധാന്തക്കാർ വാദിക്കുന്നത്. മറ്റൊന്ന്, മെർക്കുറി അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള പരിസ്ഥിതിയിലെ വിഷപദാർത്ഥമാണ് പകർച്ചാവ്യാധിക്ക് കാരണമായത് എന്നാണ്. പക്ഷേ ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും ലഭ്യമല്ല. ചിരി പകർച്ചാവ്യാധിയെ നിർണയിക്കാൻ ഇത്തരത്തിൽ പല സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നെങ്കിലും പൂർണ്ണമായി വിശദീകരിക്കപ്പെട്ടിട്ടില്ലാത്ത വിചിത്രവും അസ്വസ്ഥവുമായ ഒരു പ്രതിഭാസമായിരുന്നു ടാങ്കാനിക്കക്കാരുടെ ചിരി പകർച്ചാവ്യാധി. എന്തായാലും മനുഷ്യരുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും പ്രതിസന്ധികളിൽ മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കത്തോട് ആളുകൾ എങ്ങനെയെല്ലാം പ്രതികരിക്കാം എന്ന നിഗൂഢമായ അവസ്ഥകളെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചിരി പകർച്ചാവ്യാധി.